UDFന്റെ ഇൻഷുറൻസ് പദ്ധതി തട്ടിപ്പാണ്. നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഞാൻ പറയും അത് ഒരു തട്ടിപ്പ് തന്നെയാണ്. ഇനിയും ഇവർ പ്രഖ്യാപിച്ച ആ 25 ലക്ഷം രൂപ, അതിൽ ഒരു കുടുംബത്തിന് 10,000 രൂപ വെച്ചാണെന്നിരിക്കട്ടെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം. നമുക്ക് ആ കണക്കൊന്ന് നോക്കിയാലോ. 77,163.7 കോടി രൂപയോളം വരും. ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ UDFനെ കൊണ്ട് സാധിക്കുമോ? ഇന്ത്യയിലെ സർക്കാരിനെ കൊണ്ട് സാധിക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പദ്ധതി കേരള ജനതയെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട പദ്ധതിയാണെന്നും. കേരള സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്ക് പ്രകാരം ഏകദേശം 77 ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ അധിവസിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നടന്ന ഒരു സെൻസസ്, അതായത് 2011 സെൻസസിന്റെ കണക്കാണ്. അതായത് ആ സെൻസസ് ആണ് ഇന്ത്യയിൽ അവസാനമായിട്ട് നടന്ന ഒരു സെൻസസ്. അതിനുശേഷം ഔദ്യോഗിക രേഖകളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അതിനും ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ തരാം. 2024-25 കാലഘട്ടത്തിൽ നടന്ന കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിയിരിപ്പ്, അതായത് മാറ്റിവെക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 5.5% മാത്രമാണ്. ഒരു സ്പെസിഫിക് എമൗണ്ട് ആയിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 2023 കോടി രൂപയോളം വരികയും ചെയ്യും. എന്നാൽ പല വകുപ്പുകളിലേക്ക് ആരോഗ്യ മേഖലയുടെ സഹായം എത്തിയത് ഏകദേശം 9,600 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ 9,667 കോടി രൂപയോളം പല വകുപ്പുകളിലായിട്ട് ആരോഗ്യ വകുപ്പ് ചെലവാക്കിയിട്ടുണ്ട്. ഇനി ഇരിക്കട്ടെ, UDF ഈ പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ 77 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, എന്നാൽ ഈ ഇൻഷുറൻസ് തുകയിലെ 25 ലക്ഷം രൂപ ഞാൻ മുൻപ് പറഞ്ഞ 77 ലക്ഷം കുടുംബങ്ങൾക്കും ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം $19 ട്രില്യൺ വരും. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്താൽ 184 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഈ തുക വരും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, UDF ജനങ്ങളെ ഈ ഒരു പദ്ധതിയിലൂടെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. ശരിക്കും ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് ഒരൊറ്റ ഉത്തരത്തിൽ പറയുവാനായിട്ട് സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അതിന് ആരോഗ്യ മേഖലയ്ക്ക് നൽകാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 5.5% തുക മാത്രമാണ്. ആ തുക എടുത്തുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ട്, ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 77 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു 10,000 രൂപ വെച്ച് ഇവർ ചെലവാക്കിയാൽ ഏകദേശം എത്ര രൂപയാകും? 77,000 കോടി രൂപയ്ക്ക് മുകളിൽ വരില്ലേ? കേരള സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏകദേശം 5.5% മാത്രം ആരോഗ്യ വകുപ്പിന് ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഈ 77,000 കോടി രൂപയോളം UDF സാധാരണപ്പെട്ട ഇവിടുത്തെ കുടുംബങ്ങൾക്ക് എങ്ങനെ ചെലവഴിക്കാൻ സാധിക്കും? ഞാനതാണ് പറഞ്ഞത്, ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പായിരുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ആരോഗ്യ മേഖല, അതായത് സർക്കാർ ആശുപത്രികളെ തകർത്തുകൊണ്ട്, ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിലും അറിയാം, ഈ ഇൻഷുറൻസ് പദ്ധതിയാണ് നടക്കുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോയിൻമെന്റുകളാണ് കിട്ടുന്നത്. ആ അപ്പോയിൻമെന്റുകൾ കിട്ടി കാലങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. നമ്മുടെ ആരോഗ്യ സംവിധാനം അങ്ങനെയാണ്. നമ്മളൊരു സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ചെന്ന് നമുക്ക് അസുഖം ഭേദമായില്ലെങ്കിൽ നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ പോകാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ജില്ലാ ആശുപത്രിയെ സമീപിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് മെഡിക്കൽ കോളേജിനെ സമീപിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം. ആ സംവിധാനത്തെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് തീരെഴുതി കൊടുത്ത് ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കോടികൾ ലാഭവിഹിതം ഉണ്ടാക്കി ഇവിടുത്തെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കുവാൻ ശ്രമിക്കുന്ന UDFന്റെ പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിൽ നിന്നും കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവിടുത്തെ, ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കയ്യിൽ നിന്നും അച്ചാരം പറ്റിക്കൊണ്ട് പൊതു ആരോഗ്യ മേഖലയെ തകർക്കുക തന്നെ ചെയ്യും. UDFന്റെ ഈ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുക. പിന്നീട് ഈ ഇൻഷുറൻസ് പോയിട്ട് മറ്റുള്ള ഏത് പദ്ധതിയും വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ അവർ മുഖ്യമന്ത്രിയെ കണ്ടെത്തണമല്ലോ. ഇപ്പോഴും മുഖ്യമന്ത്രിയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണ്! 102 സീറ്റുമായിട്ട് ഉജ്ജ്വല വിജയം നേടിയ UDF ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എവിടെ? ഇപ്പോ UDFന്റെ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയനായിരുന്നെങ്കിൽ എന്ത് നന്നായേനെന്ന്. കാരണം ഇത്രയും തരം താഴ്ന്നു പോകരുത് UDF. നിങ്ങൾ കേരള പൊതുസമൂഹത്തെ നിങ്ങൾ മാറ്റി നിർത്തൂ.
നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങി വീട് വീടാന്തരം കയറി ഊട്ടുപിടിച്ച UDFന്റെ പ്രവർത്തകരോടെങ്കിലും നിങ്ങൾ ആ കൂറ് കാണിക്കൂ. നിങ്ങൾ ആ UDFന്റെ പ്രവർത്തകരോട് നീതി കാണിക്കൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിലേക്ക് UDF കൊണ്ടുവന്ന ഇൻഷുറൻസ് പദ്ധതി പാവപ്പെട്ട പൊതുജനങ്ങളുടെ തലയ്ക്ക് എണ്ണമിട്ട് വില പറയുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക. നന്ദി, നമസ്കാരം.